ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസല്യൂട്ട് അക്കാഡമി. എൻ്റെ പേര് വിനോദാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡെയിലി വൊക്കാബ്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ട്രെൻഡിങ് വൊക്കാബ്സ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ ഓരോ വേർഡ്സ് അതിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യും, അതിൻ്റെ യൂസേജ് ഡിസ്ക്രൈബ് ചെയ്യും, ആൻഡ് ഓൾസോ ഐ സജസ്റ്റ് കപ്പിൾ ഓഫ് സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഓരോ വേർഡ്സിൻ്റെ യൂസേജ് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു യൂസേജ് നമ്മളെപ്പോഴും ഈ വേർഡ്സ് സ്വന്തം ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ വേർഡ് ഓർമ്മ നിൽക്കുന്നത്. അപ്പോൾ ഞാനൊരു യൂസേജ് ഇവിടെ പറയുന്നുണ്ടാവും, അതുപോലെ നിങ്ങളൊരു യൂസേജ് നമ്മളെ കമൻറ്റ് സെക്ഷനിലൊന്ന് എഴുതി അയക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സീ ഇഫ് ഇറ്റ്സ് കറക്റ്റ് ഓർ നോട്ട്. ഗ്രാമർ തെറ്റിയാലും കുഴപ്പമില്ല, ജസ്റ്റ് അത് മനസ്സിലായി ഓർമ്മ നിൽക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ടുഡേസ് ഫസ്റ്റ് വേർഡ്. ഇന്നത്തെ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് എമിനേറ്റ് ആണ്. എമിനേറ്റ്. ഓക്കെ, സോ നൗ എന്തെങ്കിലും കാര്യം എമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇഫ് സംതിങ് എമിനേറ്റ്സ് ഫ്രം സംതിങ്, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും ഒരു കാര്യം ഉദ്ഭവിച്ചിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സൂര്യപ്രകാശം ഉദ്ഭവിച്ചിട്ട് ഇറ്റ് ഗീവ്സ് എനർജി ടു ഓൾ ഓഫ് ദം, റൈറ്റ്? അത് ലിറ്ററൽ മീനിങ് ആണ്. അതുപോലെ ഇപ്പം നമ്മൾ കാണില്ലേ, ചില ഫേമസ് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ ചില മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, അവരുടെ ഒരു എനർജി നമ്മൾ അവരുടെ സംസാരിക്കുമ്പോൾ അവരുടെ എനർജി എമിനേറ്റ് ആയിട്ട് നമുക്കും അത് പോസിറ്റീവ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. അവിടെയാണ് എമിനേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എമർജിങ് സംതിങ് ഫ്രം വിതിൻ ആൻഡ് ഇറ്റ് എഫക്ട്സ് എവറി വൺ. ഓക്കെ, അതാണ് ഈ പറയുന്ന എമിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഹർ കാം ഡിമീനർ സീം ടു എമിനേറ്റ് പീസ്ഫുൾനെസ് സൂതിങ് എവറി വൺ ആൻഡ് അറൗണ്ട് ഹെർ. സോ അവളെ കാമായിട്ട് ഡിമീനർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാമായിട്ടുള്ളൊരു ബിഹേവിയർ അല്ലെങ്കിൽ പോസ്ചർ. അതിൻ്റെ കാരണം മറ്റുള്ളവർക്കും കൂടെ ഒരു കാംനെസ് കൊണ്ടുവന്നു. സോ അവളെ പേഴ്സണാലിറ്റിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഒരു എമിനേറ്റ് ആവുന്ന ഒരു നേച്ചർ അത് മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട് പോസിറ്റീവ്ലി. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതാണ് എമിനേറ്റിൻ്റെ മീനിങ്. ഓക്കെ, സോ ഇതേപോലെ ഓൾഡ് വോൺ ഔട്ട് ബുക്സ് ഇൻ ദ ലൈബ്രറി എമിനേറ്റഡ് എ സെൻസ് ഓഫ് നോസ്റ്റാൾജിയ. അപ്പോൾ ലൈബ്രറിയിൽ ഇരുന്ന പഴയ വോൺ ഔട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്ത് പഴകിയ ബുക്കുകൾ, അത് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു നോസ്റ്റാൾജിയ ഉദ്ഭവിക്കുന്നുണ്ട്. ഓക്കെ, നോസ്റ്റാൾജിയ എമേർജസ് ഫ്രം ഇറ്റ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതിൻ്റെ സിനോണിംസ് ആണ് റേഡിയേറ്റ്. റേഡിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സണ്ണ് റേഡിയേറ്റ് ചെയ്യണ എന്താണ്? ആ ഒരു നമ്മളെ സണ്ണിൻ്റെ എനർജി റേഡിയേറ്റ് ചെയ്യണ പോലെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ എക്സൂഡ്, ഇത് അതിൻ്റെ സിനോണിംസ് ആണ്. ആൻറ്റോണിംസ് അബ്സോർബ്, സപ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് എമിനേറ്റ് ചെയ്യണതിൻ്റെ ഓപ്പോസിറ്റ് സപ്രസ് ചെയ്യുക, എനർജിയെ സപ്രസ് ചെയ്യുക എന്നാണ് എൻ്റെ ആൻറ്റോണിം വരുന്നത്. സോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു യൂസേജ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഈ എമിനേറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഇടുക വേണമെങ്കിൽ. എന്നിട്ട് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ഇപ്പം ഞാൻ 2 സിനോണിം ആൻറ്റോണിം ഇട്ടിട്ടുണ്ട്. ഇതല്ലാതെ ഇതിൻ്റെ റിലേറ്റഡ് വേറെ സിനോണിം ആൻറ്റോണിം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, ഫൈൻ. നമുക്ക് അടുത്ത വൊക്കാബിലോട്ട് പോവാം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് സാബ്രെ റാറ്റ്ലിംഗ്. സാബ്രെ റാറ്റ്ലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളെ പവർ ഷോ ഓഫ് ചെയ്തിട്ട് മുമ്പിലുള്ള ആളെ കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണതിനെയാണ് എന്ത് ചെയ്യണത്? ഒരു ഇൻഡയറക്റ്റ് നമ്മൾ ഭീഷണിയാണ് കൊടുക്കുന്നത്. ബേസിക്കലി ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ ഇടയ്ക്ക് നടന്ന ഒരു ബാറ്റലിൽ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? മിലിറ്ററി സ്ട്രെങ്ത് ഷോക്കേസ് ചെയ്തിട്ട് പാകിസ്ഥാനെ ഒരു തരത്തിൽ പേടിപ്പിച്ചിട്ടുണ്ട്. സോ വിതൗട്ട് ആക്ച്വലി ഗോയിങ് ഇൻ ടു വാർ, ഇതിവിടെ ഇപ്പോൾ നമ്മൾ വാർ നടന്നു. ഞാൻ വേറെ ഒരു കേസ് പറയാണ്. ജസ്റ്റ് പലപ്പോഴും പണക്കാരായാലും വലിയ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവരെ പവർ ഷോക്കേസ് ചെയ്തിട്ട് മുമ്പിലുള്ള ആളെ അടിച്ചമർത്തിയിരുത്തും. അതിനെയാണ് പറയുന്നത് സാബ്രെ റാറ്റ്ലിംഗ്. ദാറ്റ് ഈസ് ബൈ ഷോയിങ് യുവർ പവർ ഓഫ് യു ആർ ഇൻഫ്ലുവൻസിങ് അതർ പേഴ്സൺ വിതൗട്ട് ആക്ച്വലി ഡൂയിങ് വയലൻസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു ത്രെട്ടാണ്. അതാണ് സാബ്രെ റാറ്റ്ലിംഗ് എന്ന് പറയുന്നത്. The country's recent sabre rattling has raised concern among its neighbors. അപ്പോൾ ഒരു കൺട്രിയുടെ റീസെൻറ്റ് സാബ്രെ റാറ്റ്ലിംഗ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ചൈന ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഷോ ഓഫ് പവർ കാണിക്കാറുണ്ട്. അതിൻ്റെ കാരണം അതിൻ്റെ നെയ്ബേഴ്സിന് അതൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. പലപ്പോഴും ചൈനയുടെ പോകാൻ അവർ പേടിക്കാറുണ്ട്. അവരെ പവർ കാണാൻ മറ്റുള്ളവരെക്കാളും കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് കൺട്രിയുടെ ഈ ഇടയ്ക്കുള്ള സാബ്രെ റാറ്റ്ലിംഗിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരെ ഈ ഷോ ഓഫ് പവറിൻ്റെ കാരണം മറ്റുള്ളവർക്കത് നെയ്ബേഴ്സിന് എന്താണ് കൺസേൺ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ സിനോണിം എന്ന് പറഞ്ഞാൽ വാർ മോങ്കറിങ് എന്ന് പറഞ്ഞാൽ വാറിന് വേണ്ടി വാർ ചെയ്യും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തണം, അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് അടിക്കുന്നതിനാണ് വാർ മോങ്കറിങ് എന്ന് പറയുന്നത്. അതേപോലെ ത്രെറ്റനിങ് പോസ്ചറാണ് അതിൻ്റെ സിനോണിം, ത്രെറ്റ് കാണിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിപ്ലോമസി, ശാന്തത അല്ലെങ്കിൽ പീസ് കീപ്പിംഗ് അല്ലെങ്കിൽ സംസാരിച്ച് റിസോൾവ് ചെയ്യണം. അതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്വന്തമായിട്ട് ഇതിൻ്റെ വേർഡിനെ അപ്ലൈ ചെയ്യുക. നമ്മൾ റീസെൻറ്റ് ഇന്ത്യ പാകിസ്ഥാൻ സിനാരിയോ, ഇന്ത്യ ചൈന സിനാരിയോസിന് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മീനിങ് ആണ്. ഓക്കെ, സാബ്രെ റാറ്റ്ലിംഗ്. ഇതെല്ലാം ദ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കൽസിലുള്ള വേർഡ്സ് ആണ്. അടുത്ത് റാച്ചറ്റഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിക്കലി എന്തെങ്കിലും ഒരു കാര്യം സ്ലോ ബൈ സ്ലോ ബിൽഡപ്പ് ആക്കിയിട്ട് ഇറ്റ് പൈൽസ് അപ്പ്, അത് കുറേ കൂടിയിട്ട് പിന്നീട് അത് തിരിച്ച് പഴയതുപോലെ ആക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയണത്? റാച്ചറ്റഡ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ
ബേസിക്കലി ഇപ്പം നമ്മളിപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യം തന്നെ നോക്ക്. പാകിസ്ഥാൻ പലപ്പോഴും ചെറിയ ചെറിയ ടെററിസ്റ്റ് ആക്ടുകൾ ചെയ്ത് അവസാനം വലിയ രീതിയിൽ നമുക്ക് ക്ഷമയുടെ പരീക്ഷ അങ്ങ് നെല്ലിപ്പലക ബ്രേക്ക് ആവുന്ന ലെവലിൽ എത്തിയിട്ട് ഇനി തിരിച്ച് പാകിസ്ഥാനോട് ഇന്ത്യ റിലേഷൻ പഴയതുപോലെ ആവണമെന്ന് വെച്ചാൽ ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. ഓക്കെ, സോ അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങളും നമ്മളിപ്പം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പോലും ചെറിയ വഴക്കിട്ട് അവസാനിച്ചിട്ട് റിസോൾവ് ചെയ്യാതെ വരുമ്പോൾ അതൊരു വലിയ വഴക്കായി മാറും. അവസാനം അത് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലാവും. അതിനാണ് റാച്ചറ്റഡ് അപ്പ്. റാച്ചറ്റഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റ് ചെയ്യുക, കൂട്ടി കൊണ്ടുപോകുക. അതിനാണ് റാച്ചറ്റഡ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യൂസേജ് നോക്കുകയാണെങ്കിൽ ദ ടെൻഷൻ ബിറ്റ്വീൻ ദ ടു കൺട്രീസ് റാച്ചറ്റഡ് അപ്പ് ആഫ്റ്റർ ദ റീസെൻറ്റ് ബോർഡർ ഇൻസിഡൻസ്. അപ്പോൾ രണ്ട് കൺട്രീസിനിടയ്ക്കുള്ള ടെൻഷൻ എന്താണ്, ഇപ്പോൾ കൂടിയിട്ടുണ്ട് ഈ റീസെൻറ്റ് ബോർഡർ ഇൻസിഡൻസിൻ്റെ കാരണം. ആൻഡ് അതിൻ്റെ കാരണം ഇനി തിരിച്ച് പഴയതുപോലെ ആവാൻ സാധ്യത കുറവാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സിനോണിംസ് എന്ന് പറഞ്ഞാൽ എസ്കലേറ്റ് ആവുക. ഇതാണ് എക്സാക്ട് നമ്മൾ സിനോണിം എന്ന് പറയുന്നത്. ഇൻറ്റൻസിഫൈ ആവുക. അതുപോലെ ആൻറ്റോണിം എന്ന് പറയുന്നത് ഡിക്രീസ് ആവുക, ഡിമിനിഷ് ആവുക. സിമ്പിൾ. ഓക്കെ, അഗെയിൻ ഇതിൻ്റെ യൂസേജ് നിങ്ങൾ കമൻറ്റ് ചെയ്തിടുക. നെക്സ്റ്റ് വൺ ഈസ് ഇൻഎക്സ്ട്രിക്കബിളി. ഇൻഎക്സ്ട്രിക്കബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും രണ്ട് ആൾക്കാരോ അല്ലെങ്കിൽ രണ്ട് സാധനങ്ങൾ ദേ ആർ അറ്റാച്ച് സോ ക്ലോസ്ലി ദാറ്റ് അവരെ തിരിച്ച് പിരിക്കാൻ പറ്റില്ല. ആ വിധം അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനാണ് ഇൻഎക്സ്ട്രിക്കബിൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, ഇൻ എ വേ ദാറ്റ് ഇസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ഓർ ഡിസെൻഗേജ് ക്ലോസ്ലി ഓർ പെർമനൻ്റ്ലി ലിങ്ക്ഡ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരു അമ്മയും കുഞ്ഞിൻ്റെ റിലേഷൻ അറിയാലോ. ദേ ആർ സോ മച്ച് കണക്റ്റഡ് ദാറ്റ് നോ മാറ്റർ വാട്ട് യു ഡു അവരെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ആക്കാൻ പറ്റില്ല. അവർ ഇൻസെപ്പറബിൾ ആണ്. അതിനാണ് ഇൻഎക്സ്ട്രിക്കബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഹിസ്റ്ററി ഓഫ് ടു കൺട്രീസ് ഈസ് ഇൻഎക്സ്ട്രിക്കബിളി ലിങ്ക് ത്രൂ കൾച്ചറൽ ആൻഡ് ട്രേഡ്. നൗ ഇപ്പം ഞാൻ പറയട്ടെ, ഒരു എക്സാമ്പിൾ പറയാം. ഇന്ത്യ ചൈന ഇവൻ ദോ വി ഹാവ് ലോട്ട് ഓഫ് ഇഷ്യൂസ് വിത്ത് അസ്, പക്ഷേ കൾച്ചറലും ട്രേഡിൻ്റെ കാര്യത്തിൽ ഇന്ത്യയ്ക്കും ചൈനയുടെ ശരിക്കും പഴയ റിലേഷൻസ് ആണ്. എന്നിട്ട് അത് ഒരിക്കലും ബ്രേക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല. ഓക്കെ, അത്രയ്ക്കും ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. ഇപ്പോഴും ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇമ്പോർട്ടേഴ്സ് ഓഫ് ചൈനീസ് എന്താ പറയുക ബേസിക് ഹാർഡ്വെയർസോ അതേപോലത്തെ കാര്യങ്ങൾ. ഓക്കെ, സോ റോ മെറ്റീരിയൽസ് ആയാലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ട് വേറെ ഒരിടത്തും നമുക്ക് കൊണ്ടുവരാനുള്ള നമുക്കിതില്ല. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ലിങ്ക്ഡ് ആണ്. വി ആർ ഇന്റർ ലിങ്ക്ഡ് സോ മച്ച് ദാറ്റ് വി കനോട്ട് ബി സെപ്പറേറ്റഡ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇൻഡിവിസിബിളി സിനോണിം ഇൻസെപ്പറേബിൾ. അതിൻ്റെ ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ലൂസ്ലി ആർ സെപ്പറേബിൾ. ഓക്കെ, സിമ്പിൾ മീനിങ്. അഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസേജ് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. എക്സ്ട്രാ സിനോണിംസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, ദാറ്റ് വിൽ ഹെൽപ്പ് യു ആൻഡ് അതർ സ്റ്റുഡൻസ് ഓൾസോ ടു ഹെൽപ്പ് ഈച്ച് അതർ ഔട്ട്. നെക്സ്റ്റ് വേർഡ്. ഓക്കെ, ഇവിടെ ഫൈൻ. കൊമൻസുറേറ്റ് എന്നുള്ള വാക്കാണ്. കൊമൻസുറേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാണ്, യു വിൽ ഗെറ്റ് ദ സാലറി കൊമൻസുറേറ്റ് വിത്ത് യുവർ എക്സ്പെർട്ടീസ്. എന്ന് വെച്ചാൽ നിൻ്റെ എക്സ്പെർട്ടീസിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെർട്ടീസ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് സാലറി കിട്ടും. സോ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള സാധനം. അപ്പോൾ ഒരു കാര്യത്തിന് അർഹിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയണം. ഒരു കാര്യത്തിന് അർഹിക്കുന്ന ശമ്പളമോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് അർഹിക്കുന്ന വാല്യൂ, അതാണ് നമ്മൾ പറയുന്നത് കൊമൻസുറേറ്റ്. കൊമൻസുറേറ്റ് മീൻസ് ടു ഗെറ്റ് സംതിങ് which is proportionate in size, proportionate or equal to something else. ഓക്കെ, എന്തിനെങ്കിലും ഈക്വൽ ആയിട്ടോ പ്രൊപ്പോർഷനേറ്റോ കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കമൻസുറേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു യൂസേജ് പറയുകയാണെങ്കിൽ ഷി വാസ് ഗിവൺ എ സാലറി കമൻസുറേറ്റ് വിത്ത് ഹെർ എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ. സോ അവളുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു സാലറിയാണ് അവൾക്ക് കൊടുത്തത്. അപ്പോൾ കമൻസുറേറ്റിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഇക്വാലൻ്റ് അർഹിക്കുന്ന സാലറിയാണ് കൊടുത്തത്. സോ അർഹിക്കുന്ന എന്നുള്ള അർത്ഥമാണ് ഇവിടെ ബേസിക്കായിട്ട് വരുന്നത്. സോ സിനോണിംസ് പ്രൊപ്പോർഷനേറ്റ് അല്ലെങ്കിൽ ഇക്വാലൻ്റ്. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ഓർ unequal. Okay, so that's all about today's vocabs. Please make sure videos maximum ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനലിന് നിങ്ങൾക്ക് ഇത് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ പ്ലീസ് ആൾക്കാരിലേക്ക് എത്തിക്കുക. ഓക്കെ, സോ താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത vocabs ആയിട്ട് കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു, ബൈ.